കൊച്ചി ബ്രഹ്മപുരത്തെ സ്വകാര്യ ഫ്ളാറ്റിൽ നിന്ന് മലിനജലം പുറത്തേക്കൊഴുകുന്നതായി പരാതി. വിഷയത്തിൽ അടിയന്തര നടപടി ഉണ്ടാകണമെന്ന് സേവ് ബ്രഹ്മപുരം ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു. മലിനജലം ഒഴുകിയെത്തുന്നത് മൂലം പ്രദേശത്തെ പാടശേഖരങ്ങളിൽ വ്യാപക കൃഷിനാശമുണ്ടാകുന്നു എന്നും പരാതിയുണ്ട്. ബ്രഹ്മപുരത്ത് ഫ്ളാറ്റിൽ നിന്നുള്ള മലിനജലം പുറത്തേക്കൊഴുകുന്നത് മൂലം ജനജീവിതം ദുസ്സഹമാകുന്നു എന്നാണ് പരാതി. അമിതമായി മലിനജലം താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ഒഴുകി പരക്കുന്നതോടെ പിണർമുണ്ട, പള്ളിക്കര, പാടത്തിക്കര മേഖലകളിലെ പാടശേഖരങ്ങളും ജലസ്രോതസ്സുകളും പൂർണ്ണമായും മലിനമായിരിക്കുകയാണ്. മലിനജലം നേരിട്ട് ചിത്രപ്പുഴ, കടമ്പ്രയാർ എന്നിവിടങ്ങളിലേക്കാണ് ഒഴുകിയെത്തുന്നത്. ഇത് കൊച്ചി നഗരത്തിലെ കുടിവെള്ള വിതരണത്തെ പോലും ബാധിക്കുമെന്ന ആശങ്കയുമുണ്ട്. പ്രദേശത്ത് പകർച്ചവ്യാധി ഭീഷണിയും രൂക്ഷമായ കുടിവെള്ളക്ഷാമവും അനുഭവപ്പെടുന്നുണ്ട്. ഇതേ തുടർന്ന് പല കുടുംബങ്ങളും വീടുപേക്ഷിച്ച് പോകേണ്ട അവസ്ഥയിലാണ്. പുത്തുംകുരിശ് പഞ്ചായത്തിൻ്റെയും കുന്നത്താട് പഞ്ചായത്തിൻ്റെയും പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്ന കുടിവെള്ള സ്രോതസ്സിനെ മൊത്തത്തിൽ തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. തൃക്കാക്കര മുനിസിപ്പാലിറ്റിയെ അതെ 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 ഇത് കടമ്പ്രയാറുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കൈവഴി തോടുകളാണിത്. ഈ തോടുകളിൽ കിടക്കുന്ന വെള്ളമാണ് ഞങ്ങളുടെയൊക്കെ കുടിവെള്ള സ്രോതസ്. അപ്പോൾ ജനങ്ങൾ എന്തായാലും പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങുകയാണ്. വർഷങ്ങളായി നാട്ടുകാർ പരാതി നൽകുന്നുണ്ടെങ്കിലും ഫ്ളാറ്റ് അധികൃതർ ഇതുവരെ നടപടി സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ജനപ്രതിനിധികളെയും സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകരെയും ഉൾപ്പെടുത്തി സേവ് ബ്രഹ്മപുരം എന്ന പേരിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചത്. ഇനി ഈ വെള്ളം മുഴുവനും കൂടി അങ്ങോട്ട് ഒഴുകിയാൽ ഇപ്പം നേരെ ഇത് ഒഴുകി നേരെ അവിടെ ഒരു കുളമുണ്ട്. പണ്ട് ആളുകൾ കുളിച്ചുകൊണ്ടിരുന്ന കുള. ആ കുളത്തിലേക്ക് വന്ന് ചാടിയാൽ ഇത് നേരെ അവിടെ നിന്ന് ഓവർഫ്ലോ ചെയ്ത് നേരെ തോട്ടിലേക്ക് വരും. തോട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ 2 പഞ്ചായത്തിൻ്റെ കുടിവെള്ള സ്രോതസ്സുകൾ മുഴുവൻ നഷ്ടപ്പെടും. ഇപ്പോൾ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുടിവെള്ളം ഇല്ലാത്തൊരവസ്ഥയാണ്. ഇവിടെ നിന്നും ഒന്നുകിൽ പമ്പ് ചെയ്ത് സൂവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലേക്ക് കൊടുക്കുക, അതല്ലെങ്കിൽ എക്സസ് വരുന്ന വെള്ളം കളക്ട് ചെയ്തിട്ട് അത് ടാങ്കർ ലോറികളിൽ മലിനജലം അടിക്കുന്ന ടാങ്കറുണ്ട്, ആ ടാങ്കറിൽ കൊണ്ടുപോയി കളയാനുള്ള സംവിധാനം. മലിനജലം ശാസ്ത്രീയമായി സംസ്കരിക്കാനുള്ള സംവിധാനം ഉടൻ ഏർപ്പെടുത്തണം. നാട്ടുകാരുടെ പരാതികളെ അവഗണിക്കുന്ന നിലപാടാണ് അധികൃതർ തുടരുന്നതെങ്കിൽ ശക്തമായ സമരമുറകളുമായി മുന്നോട്ടു പോകുമെന്നാണ് പ്രദേശവാസികളുടെ മുന്നറിയിപ്പ്. ന്യൂസ് മലയാളം, കൊച്ചി.